ജ്യോതിഷ പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാശിയും ഭാവവും രാശിചക്രവും ഭാവചക്രവും വരയ്ക്കുന്നത് എങ്ങനെ, അടയാളപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. മുമ്പുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. രാശിയും നവാംശവും മാത്രം നോക്കിയ ജാതകത്തിന്റെ അവലോകനം അത് വേണ്ട പോലെ ആവില്ല. രാശിയോടൊപ്പം ഭാവചക്രം കൂടി നോക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. രാശിയും ഭാവവും എന്ന വീഡിയോ ഒന്നുകൂടി കാണുക. അപ്പോൾ മനസ്സിലാവും രാശിയും ഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ലഗ്നം അടയാളപ്പെടുത്തുന്നത് എങ്ങനെ, രാശി അടയാളപ്പെടുത്തുന്നത് എങ്ങനെ, രാശിയും ഭാവവും ഈ 3 വീഡിയോ കൂടി നോക്കണം. അതിനോടൊപ്പം തന്നെ ജന്മസ്ഥലം മാറുമ്പോൾ ജാതകഫലം മാറുമോ എന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നോക്കണം. ഇത് 4 കൂടി ചേർന്ന് നോക്കുമ്പോഴേ ഇന്നത്തെ ക്ലാസ് എന്തുകൊണ്ട് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാവുകയും. അല്പം കണക്കുണ്ട്. ഈ കണക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കണക്കല്ല. മുമ്പുള്ള വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചവരാണെങ്കിൽ വളരെ ഈസിയായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ അമർത്തുക. എന്നിട്ട് ആ സബ്സ്ക്രിപ്ഷൻ നമ്പർ ഈ സ്ക്രീനിന്റെ റൈറ്റ് സൈഡ് താഴെ സബ്സ്ക്രിപ്ഷൻ നമ്പർ കാണും. ആ നമ്പർ ഇമെയിൽ അയച്ചു തരിക. ഇമെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരുടെ ജ്യോതിഷ വിദ്യാർത്ഥിയായിട്ട് രേഖപ്പെട്ടു. നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിൽ വഴി അയക്കുക. ഇമെയിൽ വഴി അയക്കുന്ന സംശയങ്ങൾക്ക് മാത്രമാണ് മറുപടി നൽകുന്നത്. പൊതുവായിട്ടുള്ള സംശയങ്ങൾ ഈ യൂട്യൂബ് വഴി വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംശയങ്ങൾ ഇമെയിൽ ആയിട്ട് മറുപടി തരാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് രാശി പ്രകാരം ഗ്രഹങ്ങളെ എങ്ങനെ
ഇനി മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ രാശിചക്രം വരയ്ക്കുന്ന ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. സെയിം ഇവിടെ ഒരു ഡിവിഷനാണ്. ആദ്യം 12 കള്ളി നമ്മൾ വരച്ചു. 12 രാശികളാണ്. രാശി തുടങ്ങുന്നത് ഇവിടെ നിന്ന് 0, 30 ഇത് മേടരാശി, 30 മുതൽ 60 വരെ രാശി, 60 മുതൽ 90 വരെ മിഥുനരാശി, 90 120 കർക്കിടക രാശി, 120 മുതൽ 180 ചിങ്ങരാശി, കന്നിരാശി 180 വരെ, 180 to 210 തുലാരാശി, 180 മുതൽ 210 വരെ തുലാരാശി, 210 മുതൽ 240 വരെ വൃശ്ചിക രാശി, 240 മുതൽ 270 വരെ ധനുരാശി, 270 മുതൽ 300 മകരരാശി, 300 മുതൽ 330 കുംഭരാശി, 330 മുതൽ 360 മീനരാശി. ഇതൊരു പൂർണ്ണ ചക്രമായി രാശി ചക്രം. ഇനി നമ്മൾ അടയാളപ്പെടുത്താനുള്ളത് ഓരോ ഗ്രഹങ്ങളെയാണ്. ഇവിടെ നോക്കാൻ ഒരു ഉദാഹരണത്തിനുള്ള രാശി ചക്രമാണ്. എക്സാക്ട്ലി ഇതുപോലെ തന്നെ ഡിഗ്രി വരണം എന്നില്ല. പ്രാക്ടീസ് ശീലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില ഡിഗ്രി മിനിറ്റ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ വായിക്കാനുള്ള എളുപ്പത്തിന് മിനിറ്റ് സെക്കൻഡ് ഒഴിവാക്കിയിട്ടുണ്ട്. ഡിഗ്രി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആദ്യം അത് ശീലിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലഗ്നം 35 ഡിഗ്രിയാണ്. അപ്പൊ 35 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇതുവരെ 0 to 30 ഇവിടെ ലഗ്നമില്ല. 30 to 50 30 മുതൽ 60 വരെ എന്തെല്ലാം വരുമോ അതെല്ലാം ഈ ഒരു കണ്ണിക്കാണ് സാധ്യതയാണ്, ഈ ഒരു രാശിക്കാണ്. അപ്പൊ ലഗ്നം 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലഗ്നം ഇവിടെ അടയാളപ്പെടുത്തണം, എന്ന് എഴുതണം. അതുപോലെ രവി സൂര്യൻ 217 ഡിഗ്രിയാണ്. അപ്പൊ 217 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 210, ഇവിടെ 240. ഈ ഒരു കണ്ണിയിലാണ് രാശിയിലാണ് സൂര്യൻ. നമ്മളിവിടെ ചന്ദ്രൻ 59 പറഞ്ഞാൽ ഇവിടെ വരും 30-നും 60-നും ഇടയ്ക്ക് 59. ഇങ്ങനെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ രാശിചക്രം ഇവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. മുമ്പ് പറഞ്ഞതുപോലെ ലഗ്നം 35 ഡിഗ്രിയാണ്. അത് ഇവിടെ 30-നും 60-നും ഇടയ്ക്ക് വന്നു. സൂര്യൻ രവി 217 ഡിഗ്രി, 210 മുതൽ 240 വരെയൊക്കെയാണ്. ഇവിടെ രവി അടയാളപ്പെടുത്തി. ചന്ദ്രൻ 59 ഡിഗ്രി, 30-നും 60-നും ഇടയ്ക്ക് ഇവിടെ ചന്ദ്രൻ വന്നു. ചൊവ്വ 62 ഡിഗ്രി, അത് 60-നും 90-നും ഇടയ്ക്ക് 62 ഇവിടെ വന്നു. ബുധൻ 200 ഡിഗ്രി, 200 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 180, ഇത് 210. അപ്പം 180 to 210 ഇതിന്റെ ഇടയ്ക്ക് വന്നു ബുധൻ. ഗുരു 110, 90 ഡിഗ്രിക്ക് 120 ഡിഗ്രിക്ക് ഇടയ്ക്ക് ഗുരു വന്നു. ശുക്രൻ 128, 120 മുതൽ 150 വരെ ഇതാണ് ചിങ്ങരാശി, അവിടെ ശുക്രൻ വന്നു. ശനി 310, 300 മുതൽ 330 വരെ ഇവിടെയാണ് 310 ഇതിനകത്ത് കുംഭരാശി ശനി വന്നു. രാഹു 50 ഡിഗ്രിയാണ്. രാഹു 30-നും 60-നും ഇടയ്ക്ക് 50 ഡിഗ്രി ഇടവരാശി വന്നു. കേതു 230 ഡിഗ്രി, 210-നും 240-നും ഇടയ്ക്ക് 230 ഡിഗ്രി കേതു ശനി ഇവിടെ വന്നു. ഗുളികൻ 260 ഡിഗ്രി, 260 ഡിഗ്രി എന്ന് പറയുമ്പോൾ 240 ഇവിടെ വരും. 240 മുതൽ 270 വരെ 260 ഡിഗ്രി ധനുരാശി ഇവിടെ വരും. അപ്പൊ നമ്മുടെ ഈ